ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് സോ ഹാപ്പി ദറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛൻ. ഇവിടെ നമ്മൾ പറയുന്ന വിഷയവും നമ്മുടെ ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്താ, മദേഴ്സ് ഡേ സ്പെഷ്യലുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നു. സിന്ധു കൃഷ്ണയുടെ വ്ളോഗിന് താഴെ ചെന്ന് കിടന്ന് സിന്ധു അമ്മ എന്ന് മോങ്ങുന്ന എല്ലാ പാൽക്കുപ്പികൾക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇനിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഗ്രേറ്റ് വേർഡ്സ് ഫ്രം സോ കോൾഡ് ഇൻഫ്ലുവൻസ്. അങ്ങനെ ഒരു അവസ്ഥ ദിയയ്ക്ക് വരാതിരിക്കട്ടെ. അൺസബ്സ്ക്രൈബ് റൈറ്റ് ഓവർ ദെയർ. ഇനിയില്ല എന്നുള്ളത് എന്താ സംഭവം? ഇനിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഓക്കെ ആണ്. അതായത് സ്വന്തമായിട്ട് അച്ഛനമ്മമാരില്ലാത്തവരാണെങ്കിൽ വേണം മറ്റുള്ളവരെ പോയി മറ്റുള്ളവരെ അമ്മ എന്ന് അഡ്രസ്സ് ചെയ്ത് വിളിക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ സ്വന്തമായിട്ട് അച്ഛനമ്മമാരില്ലാത്തവരാണ് ആയിരിക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു പരാമർശമാണത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇത് നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സാധനം. അതായത് പ്രത്യേകിച്ച് കേരളത്തിനപ്പുറം തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയിരുന്നാലും നമ്മളൊരു പ്രായത്തിനപ്പുറത്തുള്ള സ്ത്രീകളെ എല്ലാവരെയും അമ്മ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആണെങ്കിലും നമ്മളെ കാണുന്നത് പ്രായം കൂടിയ ഒരാളാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് കണ്ടു കഴിഞ്ഞാലും അമ്മ എന്നാണ് വിളിക്കുക. അതൊരു കൾച്ചറിൻ്റെ ഒരു റിലേറ്റഡ് സംഭവമാണ്. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ കാണണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണയുടെ ചാനൽ വന്ന വീഡിയോ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം. ഒരു പെൺകുട്ടി അത് ഡെലിവറി കഴിഞ്ഞ് അതൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, ഫീഡ് ചെയ്യുന്നൊരു അമ്മയൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് മറ്റു പല കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ പൂർണ്ണമായ ഇതല്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ബട്ട് ചില കാര്യങ്ങളിലെങ്കിലും അത് അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിനാണ് വന്ന് പറയുന്നത്. കാണുന്ന ആൾക്കാർ അത് എങ്ങനെ എടുക്കും, എങ്ങനെയായിരിക്കും തെറ്റിദ്ധരിക്കുക എന്നുള്ള കാര്യം അറിയാത്തവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങൾ ദിയ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യത്തിൻ്റെ അതിനകത്ത് തെറ്റുണ്ട്. അത് പബ്ലിക്കിൽ വന്നൊരു സാധനമായതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള അത് വളരെ മാന്യമായ രീതിയിൽ അത് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല. പക്ഷേ എന്താണ് പറഞ്ഞത്, ആ പറഞ്ഞതിനകത്തുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതോടൊപ്പം തന്നെ നമ്മുടെ കെ ഫാമിലി, കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി, അവരുടെ ഫാമിലിക്കകത്തുള്ള മിക്ക വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടിടത്ത് ഞാൻ വിമർശിക്കുകയും എന്നാൽ അതിനകത്ത് അവർ പറയുന്നതിനകത്തുള്ള ശരികളെ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്ത് പോയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ നമുക്ക് എന്താണ് മദേഴ്സ് ഡേ സ്പെഷ്യൽ, അതായത് നമ്മുടെ എന്താണ് അമ്മമാരുടെ പോരാളികളുടെ ദിവസം, ആ ദിവസത്തിനെ കുറിച്ച് അമ്മായിയമ്മ, മദേഴ്സ് ഡേ വിത്ത് അമ്മായിയമ്മ എന്ന് പറയുന്ന വീഡിയോ അതിനകത്ത് എന്താ പറയുന്നത് നോക്കാം. വെച്ചത് പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നത്. ഇവിടെ ദിയ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് തുടക്കത്തിൽ. അതായത് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അശ്വിൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് അതിലെന്താ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്തൊരു കുറ്റം കാണാൻ കഴിയുമെന്ന് ദിയ ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ്. എന്നാൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത സമയത്ത്, കാരണം ഇവരുടെ ഒന്നും അധികം വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്കതറിയില്ല, എങ്കിലും അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ. കുറേ അധികം ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അശ്വിൻ്റെ അമ്മയെ തുടക്കകാലത്ത് ദിയ അമ്മ എന്ന് തന്നെയാണ് വിളിച്ചത്. വേറെ എന്തൊരു പേര്, അവരുടെ ഒരു പേരിൻ്റെ ഷോർട്ടാക്കി അതിൻ്റെ കൂടെ അമ്മ, നമ്മളിപ്പം ആച്ചിയമ്മ എന്നൊക്കെ വിളിക്കുന്നത് പോലത്തെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നു. അങ്ങനെ അല്ലെങ്കിൽ അതല്ല അവരതിപ്പോൾ അങ്ങനെ പറയുന്നു, ആൾക്കാർ പറയുന്നവർ കണ്ടുകൊണ്ടിരുന്നവർ തന്നെ പറയുന്നു. ഇപ്പോൾ അത് മാറ്റി എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ദിയ പറയുന്നു അങ്ങനെ അശ്വിൻ്റെ അമ്മയെ ഞാൻ അമ്മ എന്നല്ല, ബാക്കി കേൾക്കാം. മമ്മി എന്ന് വിളിക്കുന്നത് ആന്റി എന്ന് വിളിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് സോ ഹാപ്പി ദറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛൻ. ഇവിടെ നമ്മൾ പറയുന്ന വിഷയവും നമ്മുടെ ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്താ, മദേഴ്സ് ഡേ സ്പെഷ്യലുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നു. അമ്മായിയമ്മയുമായിട്ട് ആ ദിവസം അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ പോയി ആ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വലിയൊരു കാര്യമാണ്. ആ ദിവസത്തിൽ ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകുന്ന ദിയ ഇപ്പം ഈ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അത് ശരിയാണോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. അതായത് അശ്വിൻ്റെ അമ്മയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ അശ്വിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നില്ല, പകരം നിങ്ങൾ അശ്വിൻ്റെ അമ്മയെ അശ്വിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു, ആൻറ്റി എന്നുള്ള രീതിയിൽ വിളിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് അമ്മ എന്ന് എന്തുകൊണ്ട് വിളിച്ചുകൂടാ, അമ്മ എന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ക്യൂരിയോസിറ്റിയാണ്. കാരണം പബ്ലിക്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് ഫാമിലി വ്ളോഗ് ചെയ്യുകയും അതെല്ലാ കാര്യങ്ങളും പബ്ലിക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ചോദിക്കും. അവരുടേതായിട്ടുള്ളൊരു ഇതാണത്, റൈറ്റ് എന്ന് തന്നെ പറയാം. കാരണം ദിയാകൃഷ്ണൻ ആയിക്കോട്ടെ, കൃഷ്ണകുമാർ ഫാമിലി ആയിക്കോട്ടെ, കൃഷ്ണകുമാർ ഫാമിലിയിലെ എല്ലാ ആൾക്കാരായിക്കോട്ടെ, ഈ ഞാനായിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇവരെല്ലാവരും താങ്ങി നിർത്തുന്ന ചാലക ശക്തി എന്ന് പറയുന്നത് നമ്മളെ കാണുന്ന വ്യൂവേഴ്സ് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് അവരില്ലെങ്കിൽ ഒരാളും ഒന്നുമല്ല, സീറോയാണ്. ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്കായിട്ട് ആരായിക്കോട്ടെ, അതാണ് അതിൻ്റെ ഒരു ശക്തി. അവരാണ് നമ്മളിങ്ങനെ എത്തിക്കുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് അവരാണ് നമ്മളെ വളർത്തി വിടുന്ന സമയത്ത് അവരോട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. പക്ഷേ അവർ പറഞ്ഞതെല്ലാം നമ്മൾ ശരിയായി ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ വഴിയിൽ കൂടെ പോകുന്നവരെ എല്ലാവരെയും എന്നുള്ളൊരു വാക്ക് അതത്ര ശരിയായ പദപ്രയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാളത്തിനെ കുറിച്ച് അത്യാവശ്യം ബഹുമാനവും ആ ഒരു വാക്കുകളുടെ അകത്തുള്ളൊരു അർത്ഥവ്യാപ്തിയും മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. വഴിയെ കൂടെ പോകുന്നത് പെട്ടെന്ന് ചിലപ്പോൾ ഓൺ ദ വേ സംസാരിച്ച് വന്ന സമയത്ത് ചിലപ്പോൾ നാവ് പിഴയാവാം എന്നും ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ആവാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എൻ്റെ വഴിയെ കൂടെ പോകുന്ന എല്ലാവരെയും അമ്മ എന്ന് വിളിക്കേണ്ടത്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ സിന്ധു കൃഷ്ണകുമാറാണ്, ഞാൻ അവരെ അമ്മ എന്ന് വിളിക്കുകയുള്ളൂ, ബാക്കി ആരും അമ്മ എന്ന് വിളിക്കത്തില്ല എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കാലമായി ഈ കാലഘട്ടത്തിൽ അത്രയും ഞാൻ എൻ്റെ വഴിയിൽ കൂടെ പോണ കണ്ടത് എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരെ കണ്ടാലും ഇച്ചിരി ഒരു ചേച്ചിയുടെ പ്രായം കഴിഞ്ഞിട്ടുള്ളവരെ കണ്ടാലും ആൻറ്റി എന്നുള്ള വിളി വരത്തില്ല. ഞാൻ ശരിക്കും അമ്മ എന്നുള്ള വിളിയാണ് വിളിക്കുന്നത്. എന്നെ നേരിട്ട് കണ്ടിട്ടുള്ള എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വലിയ അമ്മമാരുണ്ട്. അവരെയും വഴിയിൽ വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഈ അടുത്ത ദിവസങ്ങളിൽ ഇൻസ്റ്റയിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അമ്മയെ കണ്ടത് ഇവിടെ സ്റ്റേഡിയം ലിങ്ക് റോഡിൻ്റെ അവിടെ വെച്ചിട്ട്, എറണാകുളത്ത് വെച്ച്, കൊച്ചിയിൽ വെച്ച് കണ്ടത്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കലൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്മയെ തന്നെ കേട്ടത്, അമ്മ എന്ന് തന്നെ ഞാൻ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എന്നെ അറിയുന്നവർക്ക് അറിയാം. അതുപോലെ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു അമ്മ എന്ന് തന്നെ വിളിക്കും. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ട് ഞാനും എൻ്റെ അമ്മയും കൂടെ ഓട്ടോറിക്ഷയിൽ എവിടെയും പോയിട്ട് പോകുന്ന സമയത്ത് ആ പൈസ വാങ്ങാൻ നിൽക്കുന്ന അമ്മയോട് സംസാരിക്കും, അമ്മ എന്ന് വിളിച്ചാൽ സംസാരിക്കുന്നത്. അങ്ങനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എനിക്കറിയാം. വിമർശനങ്ങൾ പലതുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർ ഈ പറയുന്ന ഒരു പ്രായത്തിലുള്ള എല്ലാ ആൾക്കാരും അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി വോട്ടിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ച് പോയ സമയത്തായിക്കോട്ടെ, അല്ലാതെ ഇനി പൊതുജനങ്ങളിലും പൊതു ഇടങ്ങളിലേക്ക് പോകുന്ന സമയങ്ങളിലായിക്കോട്ടെ, അദ്ദേഹം ഒരു പ്രായത്തിലുള്ള ആൾക്കാരെ കണ്ട് ആൻറ്റി എന്ന് വിളിക്കില്ല എന്ന് 100% ഉറപ്പിച്ചു പറയും. അദ്ദേഹം അമ്മ എന്ന് തന്നെയായിരിക്കും വിളിക്കാം. അതെന്തായിരിക്കും? അതൊരു കൾച്ചറിൻ്റെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സാധനമാണ്. നമ്മുടെ കേരളത്തിലെ തമിഴ്നാട്ടിലേക്ക് ആൾക്കാർക്കുള്ള ഒരു പ്രത്യേക പൊതുവായിട്ടൊരു സംഭവമാണ് അത് അമ്മ എന്ന് വിളിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ വഴിയിൽ കൂടെ പോകുന്നവരെല്ലാം അമ്മ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അഥവാ അശ്വിൻ്റെ അമ്മയാണ്. അശ്വിന് പുറകെ കുഞ്ഞുമായിട്ട് ബാക്കിൽ ഇരിപ്പുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പറയും, ഇനിയിപ്പോൾ എന്താ ഈ അശ്വിൻ പെണ്ണാളനാണോ, പുള്ളി കൊച്ചിനെ വെച്ചിട്ട് പുറകെ ഇരിക്കുന്നു, ഇവളെന്താ ഫ്രണ്ട് ഇരിക്കുന്നത്? അത് തെറ്റാണ്. കാരണം പുള്ളിക്കാരത്തേക്ക് മുമ്പ് ആരോ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവരെന്തോ വൊമിറ്റിംഗ് ടെൻഡൻസി മറ്റുള്ള ചില ആൾക്കാർക്ക് നോസിയുണ്ട് കാറിൽ പോകുന്ന സമയത്ത്, അതുകൊണ്ട് ഫ്രണ്ട് സീറ്റ് ഇരിക്കും. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അല്ലെങ്കിൽ ഭർത്താവ് പുറകിലിരിക്കുന്നു, ഭാര്യ മുന്നിലിരിക്കുന്നു, അത് തെറ്റായിട്ടുള്ള പ്രവണതയുമല്ല. പക്ഷേ ഈ ഒരു സംഭവം പർട്ടിക്കുലർ വേർഡ് വഴിയിൽ കൂടെ പോകുന്നവരെല്ലാവരെയും അമ്മ എന്ന് വിളിക്കുക എന്നുള്ള പ്രയോഗം അശ്വിൻ്റെ അമ്മയെ ഉദ്ധരിച്ച് പറയുന്നു എന്നുള്ളത് വരുമ്പോൾ അത് ശരിയല്ല. അത് നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പെങ്കിലും അത് ഒഴിവാക്കാമായിരുന്നു. അത് സ്വാഭാവികമായിട്ടും അശ്വിനെ വില കുറച്ച് കാണും, അശ്വിൻ്റെ വീട്ടുകാരെ വില കുറച്ച് കാണും. ഈ പണവും പത്രാസും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാൾ അതിൻ്റെ ഇത് വെച്ചിട്ട് അഹങ്കാരം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറ്റപ്പെടുത്തുന്നു, തള്ളിപ്പറയുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ധ്വനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ആ വാക്കിൻ്റെ ഒരു എന്താ പറയുക, അതിനൊരു ഇത് കൊടുത്തത് ചിലപ്പോൾ ദിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണ. അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരെ ഓക്കെ. അപ്പോൾ അവിടെ ഒരു കാര്യത്തിനകത്ത് പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അശ്വിൻ്റെ അമ്മയെ ആൻറ്റി എന്ന് വിളിക്കുന്നത് തെറ്റല്ല, അത് പ്രശ്നമൊന്നുമില്ല. അതോടൊപ്പം തന്നെ അശ്വിൻ്റെ അച്ഛനെ അങ്കിളെന്ന് വിളിക്കുന്നതും തെറ്റല്ല. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ഒന്നും തെറ്റല്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് വഴി കൂടെ പോകുന്നവരെല്ലാവരും അങ്ങനെ വിളിക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ്? പറയുന്നത് അശ്വിൻ്റെ ഫാമിലിയെക്കുറിച്ചല്ലേ. അപ്പം അങ്ങനെ ഒരു വാക്ക് ഒഴിവാക്കാമായിരുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഇതെന്തോ വാക്ക്? ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. എല്ലാവർക്കും അമ്മയും അച്ഛനും ഉണ്ടല്ലോ. അങ്ങനെ ഉള്ളവർ അവരവരുടെ അച്ഛനും അമ്മയും വിളിച്ചാൽ മതി. ഇപ്പം അതില്ലാത്തവർ വേണമെങ്കിൽ ബാക്കിയുള്ളവരെ പോയി അച്ഛനും അമ്മ എന്ന് വിളിക്കാമെന്നോ? ഇതൊക്കെ എന്ത് വാക്കാണ്? അതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ടാണോ ദിയ ഇത് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ.
അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ പോയിട്ട് വേണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ മരണപ്പെട്ട ഒരാളാണ്. എൻ്റെ അച്ഛൻ അസുഖബാധിതനാണ്, അദ്ദേഹം മരണപ്പെട്ടു. എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം നല്ല വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നൊരു സ്ത്രീയാണ്. ഇപ്പം എൻ്റെ അമ്മ ഉള്ളപ്പോഴും ഞാൻ മറ്റ് സ്ത്രീകളുടെ പല ആൾക്കാർ, അമ്മയുടെ കൂട്ടുകാരുള്ള മറ്റ് പല ആൾക്കാരെ നമ്മൾ കാണുന്നവരെ അമ്മ എന്ന് വിളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ഇപ്പം അച്ഛൻ മരണപ്പെട്ടത് കൊണ്ട് ഞാൻ ഇനി വേറൊരാളെ പോയിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അച്ഛാന്ന് വിളിക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? എനിവേസ് എന്താടാ ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓമി നാളെ കല്യാണം കഴിച്ചൊരു കുഞ്ഞിൻ്റെ, അതായത് എന്താ പറയുക അതിന്, ഓമി കല്യാണം കഴിക്കുമ്പോൾ ഒരു പ്രായമാവില്ല എന്തായാലും, അതൊരു 10, 28, 30 വയസ്സൊക്കെ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ അതൊരു ഇൻഡിവിജ്വൽ അല്ലേ. അപ്പോൾ ആ കുട്ടി വളർന്ന് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓമി എന്ന് പറയുന്ന വ്യക്തിയും ഒരു വ്യക്തിയാണ്, നാളത്തെ ഒരു വ്യക്തിയാണ്, ഇന്നും വ്യക്തിയാണ്, നാളെ വ്യക്തിയായിട്ട് മാറും. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യം അച്ഛനമ്മമാരാണോ തീരുമാനിക്കുക? വേറൊരാളെ കണ്ടിട്ട് ഓമി അമ്മ എന്ന് വിളിക്കുകയാണെങ്കിൽ അതെന്തിനാ അമ്മ എന്ന് വിളിച്ചെന്നുള്ള കാര്യം, ഓക്കെ, ഒരു അമ്മയുടെ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാകുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നൊന്നുമില്ല. അത് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ അതെന്താണ്, ഓക്കെ, മേ ബി ഇപ്പോഴത്തെ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം ദിയ എല്ലാം കണക്ട് ചെയ്ത് പറയുന്ന തോന്നുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഓമി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് തീരുമാനം എടുക്കാം. ഇന്ന് ദിയയുടെ അച്ഛൻ വളരെ പ്രൗഡായിട്ട് പറയുന്നത് ദിയയുടെ കാര്യങ്ങളുടെ അകത്തെല്ലാം ദിയ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു. അതെല്ലാം കണ്ടിട്ട് ഞാൻ അത്ഭുതത്തോടെ അത് ബഹുമാനിക്കുന്നു എന്ന് പറയുന്നൊരു അച്ഛൻ കെ കൃഷ്ണകുമാറിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആവണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ദിയ കൃഷ്ണ സ്വന്തം മകൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണ്ടേ? ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 2 മക്കളും വളർന്നു വരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴേ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ചെയ്യണമെന്നാണ്. വ്യക്തികളായിട്ട് തന്നെ മാറണം എന്നുള്ള രീതിയിലേക്കാണ് സ്വഭാവ രൂപീകരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി പരിശ്രമിക്കുന്നത്. അതല്ലാതെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇവർ പറയുന്നത് പോലെ ആ വരയിലൂടെ മാത്രം നടക്കേണ്ടവരാണോ വ്യക്തികൾ? അല്ലെങ്കിൽ വ്യക്തികളാണവർ. അപ്പോൾ നാളെ ഓമി വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അമ്മയോ മറ്റുള്ള ആരെങ്കിലുമൊക്കെ അമ്മ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെസ്സാവുമെന്ന് പറയുന്നത് അത് ഓൾറെഡി അതൊരു നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സാഹചര്യം ഒന്നുമല്ല, അത് ഫ്യൂച്ചറാണ്. അതിങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വം ഇല്ലായ്മയാണല്ലോ അത് അവിടെ വരിക. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എനിവേസ്, ആ ഒരു കമന്റിനുള്ളൊരു ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാരത് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. കണ്ടു മടുത്തിട്ട് ഞാനൊരു ഉത്തരം തന്നേ ഉള്ളതിന്. എനിവേസ്, എനിക്ക് ഈ ഒരു ആൻസറിനോടൊക്കെ വളരെയധികം വിയോജിപ്പാണുള്ളത്. വളരെ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സിസ്റ്റർലി ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ബട്ട് ആ വാക്ക് ശരിയല്ല. ഒന്നാമത്തെ കാര്യം വഴിയെ കൂടെ പോകുന്നവരെന്ന് പറഞ്ഞ വാക്കും. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞില്ലേ നാളെ കുഞ്ഞിൻ്റെ കാര്യം. ഓക്കെ, എനിവേ അതൊക്കെ നമുക്ക് പറഞ്ഞു പോയതിൻ്റെ കൂട്ടത്തിൽ എല്ലാം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കാരണം ഇത് കാണുന്ന സമയത്ത് ആ പയ്യൻ, അഥവാ നമ്മുടെ അശ്വിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെയാണ് ആൾക്കാർ പല രീതിയിൽ പറയാൻ സാധ്യതയുള്ളത്. അദ്ദേഹം എന്താണ് ഒരു വിവരവും ഇല്ലാത്തവൻ, അല്ലെങ്കിൽ ഒരു അസ്തിത്വമില്ലാത്തവൻ എന്നൊക്കെയുള്ള രീതിയിൽ പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുന്ന തരത്തിലാണ് സ്വന്തം അയാളുടെ അച്ഛനമ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് കേട്ട് അപ്പുറത്തിരിക്കുകയും അത് വീണ്ടും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ ആ പുള്ളിക്കാരൻ അത് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇനി കമൻറ്റ് നോക്കാം. സിന്ധു കൃഷ്ണയുടെ വ്ളോഗിന് താഴെ ചെന്ന് കിടന്ന് സിന്ധു അമ്മ എന്ന് മോങ്ങുന്ന എല്ലാ പാൽക്കുപ്പികൾക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഓ, അങ്ങനെ ഉണ്ടല്ലേ. സിന്ധു അമ്മ എന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അറിയില്ലേ, സത്യമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ അപ്പോൾ നമ്മുടെ ദിയ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അച്ഛനമ്മയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പോയിട്ട് അമ്മന്നോ അച്ഛനോ വിളിച്ചു. അപ്പം നിങ്ങൾ അങ്ങനെ ഇല്ലാത്തവരാണോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ചോദ്യം കൂടെ വന്നിരിക്കുന്നത്. ഈ അശ്വിൻ എന്താ ഇങ്ങനെ അൾട്രാ പ്രോമാക്സ് മൊണ്ണ? ഓ, അശ്വിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും അത് ദിയയുടെ കമൻറ്റ് ബോക്സ് ആട്ടോ. ഞാനത് ദിയ കമൻറ്റ് കാണുന്നല്ലോ, അറിയില്ല, തന്നെക്കുറിച്ച് ഓർത്ത് നാണക്കേട് തോന്നുന്നു. കുറേ വിവരമില്ലാത്ത മലയാളികളാണ് ഇവരെപ്പോലുള്ളവരെ വളർത്തുന്നത്. എന്ത് മോട്ടിവേഷനാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ദിയ, നിങ്ങൾ അശ്വിൻ്റെ അമ്മയെപ്പറ്റി എൻ്റെ അമ്മ ആൻറ്റി എന്നോ പേരോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, പക്ഷേ വഴിയിൽ പോകുന്നവരാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ സെയിം പോയിന്റ്. അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, അത് പറഞ്ഞില്ലേ, അത് വളരെ മോശമായിപ്പോയി. കാരണം അവർ നിനക്ക് വഴിയെ പോയതല്ല, നിനക്ക് വഴിയെ പോയതല്ല, നിൻ്റെ ഭർത്താവിനെ പ്രസവിച്ച് വളർത്തി നിനക്ക് തന്ന സ്ത്രീയാണ്. അത് ഓർമ്മ വേണം.
ആ കുട്ടിക്ക് അതിൻ്റെ അച്ഛൻ്റെ പാരൻസിനെ അറിയുന്നില്ല, അതാണ് കുട്ടി കരയുന്നത്. വൈഷ്ണവ്, ഇഫ് യു ആർ സീയിങ് ദിസ് യു മേഡ് എ ഗ്രേറ്റ് ഡിസിഷൻ, ഓടിക്കോടാ. പക്ഷേ അതൊന്നും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കോണ്ടെക്സ്റ്റ് ഇവരുടെ ലൈഫിനൊക്കെ കണക്ട് ചെയ്താണ്. നമ്മളിപ്പോൾ മറ്റേ പാസ്റ്റ് എടുത്തുകൊണ്ടൊന്ന് സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റവൻ എന്തായാലും ഓടി രക്ഷപ്പെട്ടു, അശ്വിൻ പെട്ടുപോയി അല്ലേ. വൈഷ്ണവ് ഭാഗ്യം, ജസ്റ്റ് മിസ്. ഇനിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഗ്രേറ്റ് വേർഡ്സ് ഫ്രം സോ കോൾഡ് ഇൻഫ്ലുവൻസ്. അങ്ങനെ ഒരു അവസ്ഥ ദിയയ്ക്ക് വരാതിരിക്കട്ടെ. അൺസബ്സ്ക്രൈബ് റൈറ്റ് ഓവർ ദെയർ. ഇനിയില്ല എന്നുള്ളത് എന്ത് സംഭവം? ഇനിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഓക്കെ. ആളെ അതായത് സ്വന്തമായിട്ട് അച്ഛനമ്മമാരില്ലാത്തവരാണെങ്കിൽ മറ്റുള്ളവരെ പോയി മറ്റുള്ളവരെ അമ്മ എന്ന് അഡ്രസ്സ് ചെയ്ത് വിളിക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ സ്വന്തമായിട്ട് ആയിരിക്കണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു പരാമർശമാണത്. പറയില്ല. ദിയയുടെ സ്മാർട്ട്നെസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു പെൺകുട്ടി എത്രമാത്രം സ്വന്തം കാലിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇത്രത്തോളമൊക്കെ ഈ പ്രായത്തിൽ നേടിയെടുക്കാം എന്നുള്ളത് അത്ഭുതത്തോടെ നോക്കുന്ന ഒരാളാണ്. പല സമയങ്ങളിലും പുള്ളിക്കാരത്തെ വിമർശിക്കുന്ന പല വീഡിയോസും പലയിടത്തും കാണുന്ന സമയത്ത് പോലും എനിക്കത് അവർ അത്രത്തോളം കടന്നാക്രമിച്ച് വിമർശിക്കണമെന്നില്ല. പക്ഷേ ഒരു അമ്മയെ വളരെയധികം ചേർത്ത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അമ്മ എന്നുള്ള സംഭവത്തിന് എന്താണ് ഒരു പ്രൈം പ്രയോറിറ്റി. ഈ മദേഴ്സ് ഡേ എന്നുള്ള സംഭവം നടക്കുന്ന സമയത്ത് പോലും ഈ മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സോ കോൾഡ് പബ്ലിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അത് അങ്ങനെ അങ്ങനെ താല്പര്യമില്ല. അതൊരു മദേഴ്സ് ഡേയിൽ ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതല്ല നമ്മുടെ ചുറ്റുപാടും കാണുന്ന സ്ത്രീകളെ വളരെ ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലോ മറ്റു പല സ്ഥലം നമ്മൾ അമ്മ എന്ന് വിളിച്ചു പോകുന്നതാടേ, അത് നമുക്ക് ഓൾറെഡി സ്റ്റോർഡാണ് ആ ഡാറ്റ. ആ സാധനമാണ് നമ്മൾ എല്ലാം ആണോ, നമ്മൾ അങ്ങനെയാണ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം രാശുവിൻ്റെ അമ്മയോ അച്ഛനെയോ ആൻറ്റിയോ അങ്കിളൊന്നും വിളിക്കുന്നത് തെറ്റല്ല. പക്ഷേ വഴിയെ കൂടെ പോകുന്നവരെന്നുള്ളൊരു പരാമർശം, ഇനി അഥവാ മറ്റുള്ളവർ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നവർക്ക് സ്വന്തമായിട്ട് അച്ഛനമ്മമാരില്ലാത്തവരാണെന്ന് ഉള്ള പരാമർശം, എന്നൊക്കെ തുറന്ന് കുറേ കാര്യങ്ങൾ എനിക്കറിയില്ല എന്താണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. മേ ബി അതിന് തോന്നുന്നത് എന്തെങ്കിലും റീസൺ ഉണ്ടാകുമോ എന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അവരുടെ ഫാമിലിക്കോ ഇടയ്ക്ക് എന്തെങ്കിലും അതർവൈസ് സംതിങ് അത് സംസാരിച്ച് ഓൺ ദ വേ സംസാരിച്ചപ്പോൾ ജസ്റ്റ് വാക്ക് കൈവിട്ട് പോയതാണോ ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്ഷമ വരേണ്ടതല്ലേ. അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടുമില്ല. കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ ആണ്. എന്തായിരുന്നാലും ഞാനിനിയും പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരെ കണ്ട അമ്മ നിന്നെ വിളിക്കും. അതിനെൻ്റെ അമ്മ മരണപ്പെട്ടിട്ടോ എൻ്റെ അച്ഛൻ ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത് വേറെ ആരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ്. മറ്റുള്ള സ്ത്രീകളെയും അമ്മ എന്ന് വിളിക്കാനും ആ പ്രായത്തിലുള്ളവർ അമ്മ എന്ന് വിളിക്കാനും അമ്മമാരെ ബഹുമാനിക്കാനൊക്കെ പഠിപ്പിച്ചത് എൻ്റെ അമ്മ തന്നെയാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. അതിലൊരു അപമാനവും ഞാൻ കാണുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അമ്മമാരെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മാന്യമായി ഇടുക. എന്തായാലും അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഇപ്പം കുഞ്ഞിനെ ജനിച്ചു, ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്. അവരിപ്പോൾ നോർമലായി തന്നെ ഇരിക്കട്ടെ, ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ. ചില സ്ത്രീകൾക്ക് ഇത് പ്രസവത്തിന് ശേഷം പ്രസവ സംബന്ധമായിട്ട് ചില തരത്തിലുള്ള ചില ഹോർമോണൽ ഇംബാലൻസും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള പ്രോസസ്സിൽ ചെറിയ ചേഞ്ചസ് വരാറുണ്ട്. ഓക്കെ, അത് ആവാം, അതല്ല, നോർമലാണ്. അവരിങ്ങനെ പറഞ്ഞതാണെങ്കിൽ തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ നമ്മളവരെ അപമാനിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാറുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.